ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വരെ പോകുന്ന ചെറിയൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ. ഞാൻ ഇസമോളും കൂടിയാണ് പോണത്. ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബസ് ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇയർബൻ്റെ ഊരും കേട്ടോ. ഇതാണോളെ പരിപാടി. ഓക്കെ, ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. വെയിലുണ്ടെങ്കിൽ പോകാൻ വിചാരിച്ച് നിന്നേ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് മഴ പെയ്യുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നടന്ന് പോയോണ്ടിരിക്കാം കേട്ടോ. ബസ് കിട്ടില്ല എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അതാ കുറേ നേരം ഇവിടെ ബസ്സിനകത്തുന്നതിന് ശേഷമാണ് കേട്ടോ. ബസ്സിന് കുറേ നേരം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റൊക്കെ നിന്നിട്ടുണ്ടാവുള്ളൂ. ആ നേരം കൊണ്ട് ബസ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചു നോക്കിയപ്പോൾ ബസ് വരാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിൽക്കുന്ന നേരം കൊണ്ട് അപ്പുറത്തേക്ക് ഒരു ബസ് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ബസ്സിലൊക്കെ കയറി നമ്മൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. ബസ്സിനൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അങ്ങനെ അത് അരീക്കോട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മഞ്ചേരി ബസ് കയറിയിട്ട് കാവന്നൂർ ഇറങ്ങാൻ വേണ്ടത്. കാവന്നൂരാണ് വീട്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് ഒരു കുട നന്നാക്കാനുണ്ട്. അത് നന്നാക്കാനായിട്ട് ഇറങ്ങി പോകണ്ട. ദിവസം നിക്കൊല്ലം വാങ്ങിയിട്ടുള്ള കുടയാണ്. അതുപോലെ കമ്പി പൊട്ടിച്ച് കൊണ്ടുവന്നു. കുറച്ച് ദിവസമേ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കമ്പി നന്നാക്കാൻ കൊടുക്കണം. ഒന്നെങ്കിൽ കൊടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ നന്നാക്കിയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ ഇവിടെ അടിയിൽ ഇങ്ങനെ കുറച്ച് ഫാൻസികളൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ അടിയിൽ പോയിട്ടാണല്ലോ ഈ കുടയൊക്കെ നന്നാക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് വലിയ ഇങ്ങനെ ഓരോന്നും സാധനം വാങ്ങാനൊക്കെ പറയുന്നുണ്ട് കിട്ടും. ഞാൻ ഇസമോളെയൊക്കെ തെറ്റിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ വീഡിയോ അങ്ങനെ ഇളകുന്നത് കിട്ടും. അങ്ങനെ നമ്മൾ ചെരുപ്പ് നന്നാക്കണം ഇവിടെ എത്തി. ഇവിടുന്ന് കുട നന്നാക്കാൻ കൊടുത്തപ്പം അവർ പറഞ്ഞൊരു 5 മിനിറ്റ് നിന്നാൽ ഇപ്പം തന്നെ നന്നാക്കി തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുടൻ്റെ കമ്പി പൊട്ടിയതാണ്, കമ്പി മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഒരുപാട് ആൾക്കാർ കുട നന്നാക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാനാണ് പറയുന്നത്. എനിക്ക് വേഗം നന്നാക്കി തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോരുകയാണ്. ഇനി മഞ്ചേരി ബസ്സിൽ കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഇസമോളെ സൗണ്ട് ഇങ്ങനെ അതാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബസ് വന്ന് നിൽക്കുന്നുണ്ട്. ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ഇസമോളെ പാസ്സാരത്തിന് വലിപ്പം കുറഞ്ഞിനി. അപ്പോൾ അതിന് കണ്ണി വെക്കണം. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിന്, അത് കൊടുത്തിട്ട് വളാക്കണം. അങ്ങനെ അതൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറുമ്പോൾ ഉമ്മാക്ക് വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ കാവന്നൂർക്ക് വരും. അപ്പോൾ ഉമ്മാനെയും കൊണ്ടുപോയി ചില്ലറിൽ കയറിയിട്ട് നന്നാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ പോയി വൈകുന്നേരം തന്നെ തിരിച്ച് പോരും. താമസം പാതിയൊക്കെ എത്തുമ്പോഴത്തേന്. അപ്പോൾ തന്നെ ഞാൻ അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് പോവാണ്. അപ്പുറത്ത് ഇവിടെ തൗഫീക്ക് എന്നൊരു ചില്ലറിനാണ് ഞാൻ അവൾക്ക് കൗത്തുക്കും അരയൊക്കെ വാങ്ങിയത്. അരയൊക്കെയല്ല, കൗത്തുക്കും കാൽമൊക്കെ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു ചില്ലറിയാണ്. അപ്പോൾ ഇവിടെ അമ്മ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മ വന്നിട്ടാണ് അതിലേക്ക് കയറാൻ. ഉമ്മ വന്നുകൊണ്ട് നിൽക്കണേ ഉള്ളൂ. ഉമ്മാൻ അരീക്കോട് നിന്ന് വിളിച്ചിട്ട് ഉമ്മ ഇപ്പം എത്തണേ ഉള്ളൂ. അങ്ങനെ ഇമ്മയൊക്കെ വന്ന് നമ്മൾ ജ്വല്ലറിയിലൊക്കെ കയറിയൊക്കെ നന്നാക്കി. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ കൊടുത്തു പോകുന്നതാണ്. കണ്ണി വെക്കാനും വേറെ വള ഉണ്ടാക്കാനും പിന്നെ ഒരു കരിമണത്തിൻ്റെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഇസമോക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വൈദ്യുതി പീടിയെന്ന് അവൾക്ക് പിന്നെ വിരലി സൂചി കൊണ്ടുമ്പോൾ അങ്ങനത്തെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നു പോവാണ് കേട്ടോ. അത് വാങ്ങിയിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയിട്ട് ഒരു 3-3:30 ആകുമ്പോഴത്തേന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരണം. കാരണം ഒരു സ്കൂളിട്ട് വരുമ്പോഴത്തേന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ. അങ്ങനെയുള്ള ഞാൻ ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോരുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് പോകണ്ട, നടന്ന് തന്നെ പോകാമെന്നിട്ട്. എനിക്ക് നടന്നോളതാണ് ഇഷ്ടം. ഓട്ടോറിക്ഷയ്ക്ക് പോകണ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാനും ഉമ്മ ഇങ്ങനെ നടന്ന് പോകാൻ കേട്ടോ. നടന്നു പോകുമ്പോൾ നമുക്ക് അതിമാത്രം ദൂരമൊന്നുമില്ല. ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപ ഉണ്ട്. പക്ഷെ നടന്ന് പോയി ശീലമായതുകൊണ്ട് നമുക്ക് നടന്ന് പോകാൻ എളുപ്പം. അപ്പോൾ ഇസമോൾ ഇതവളെ ഏർബൻ്റെ കൂരി കൈ പിടിച്ചിന് കേട്ടോ. എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എടുത്ത് എറിയാണ്. അപ്പോൾ ഒക്കെ ഒരു കോൽമുട്ടായി ഭയങ്കര കൈ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവളത് കൈ പിടിച്ച് പോകുന്നത് പൊട്ടിച്ചെടുത്ത് അത് മേലും മുഴുവനാക്കും. അപ്പോൾ ഞാൻ അത് അവളെ കയ്യിൽ കൊടുത്തിട്ടുള്ളൂ. ഇത് ഉമ്മ വാങ്ങി കൊടുത്തതാണ് കേട്ടോ. ഉമ്മ എന്തോ സാധനം വാങ്ങാൻ പറഞ്ഞിട്ട് പോയപ്പോൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. ആരുമില്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. സാധാരണ ഞാൻ പോകണമെന്നൊക്കെ അഞ്ചെത്തിയൊക്കെ ഉണ്ടാവലുണ്ട്. അഞ്ചെത്തിയൊന്നുമില്ല. അവളെ എൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യമൊക്കെ വന്നു പോയിട്ട്. ഞാൻ അങ്ങനെയും വന്നു പോയിട്ടില്ല. അപ്പോൾ ഞാൻ അരീക്കോടുക്ക് വന്നാണ്ട് നന്നാക്കി പോയാൽ മതി. പിന്നെ ഇവിടെ വന്നാൽ വീട്ടിലും കൂടി വന്ന് പോകാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർഗം. അപ്പോൾ സ്വർഗത്തിലേക്ക് വയ്യൊന്നുമില്ല കേട്ടോ. നമ്മളൊരു പേരുടെ മുറ്റത്തിലൂടെയാണ് കയറി പോരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. നമ്മൾ മുൻഭാഗം ആ ഭാഗത്താണ്. നമുക്ക് വയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം മുമ്പാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും കേട്ടോ. ഇസ കുഴങ്ങി കടന്ന് അല്ലേ ഇസ ഇത് കുഴങ്ങി കടന്നോ? അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞൊരു 3:30 ആയപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പം ഉമ്മ അങ്ങാടിക്കറ്റ് ആക്കി തരാമെന്ന് വിചാരിച്ചാണ്ട് ഉമ്മയും പോരുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ വെയിലുണ്ട്, നല്ല മഴയൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ പാടത്തൊക്കെ നിറയെ വെള്ളം കിട്ടും. ആ പെരുമഴ പെയ്തെന്ന്. അപ്പോൾ ഇസമോൾ ഇങ്ങനെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഇങ്ങനെ ഓരോരോ പിരിപ്പിരി സൗണ്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അപ്പോൾ അമ്മ ഇസമോളെ കൊണ്ട് മുന്നിൽ പോകുന്നുണ്ട്. ഇസമോളാണെങ്കിൽ ഇങ്ങനെ കരയണുണ്ട് കേട്ടോ. പിന്നെ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഞാൻ തന്നെ വാങ്ങിട്ടോ.
അങ്ങനെ തന്നെ ഞാൻ എയർബാൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൂ അങ്ങനെ ഊരിപ്പോരും. മോളെ ഇരുത്തിയാലുള്ള എയർബാൻഡ് ഷൂ ഒക്കെ എടുത്ത് കയറി. പിന്നെ ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കയറിയാൻ കോലല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഞാനും ഇങ്ങനെ നടന്ന് പോരാണ് കേട്ടോ. ഇപ്പം 3:30 ആയില്ലേ, വെയിലുണ്ട് ചെറിയതായിട്ട്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങാടിയിലെത്തിന് കേട്ടോ. ഇനി ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ തന്നെ ഞാൻ ബസ്സിൽ കയറി മുന്നിൽ തന്നെയാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തുന്നുള്ളൂ. ഇതൊക്കെ ഇതമോളെ വെച്ചിട്ടാണ് എടുക്കുന്നത്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. അരീക്കോട് എത്തിയപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ കുനിയിലേക്ക് ബസ് ഒറ്റൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഓല് പറഞ്ഞ് 4:40 ഒക്കെ ഉള്ളൂ ബസ്. 4:30 ആയിട്ട് ഇവിടെ എത്തിയപ്പോൾ 4:40 4:30 അല്ല 4:15 ആയിന്. അപ്പോൾ ഇവിടെ 4:40 ബസ്സുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ സാധാരണ ആദ്യമൊക്കെ പോരുമ്പോൾ എടവണ്ണപ്പാറ വഴി പോയിട്ട് നമ്മൾ ആലുക്കൽ എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് പാലത്തുമ്മക്ക് പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവരാൻ വരലുണ്ടായിട്ട്, അങ്ങനെ കുഞ്ഞാവ് അങ്ങോട്ട് കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ നേരെ ഇപ്പം ഇളയമ്മൻ്റെ മരുകളുണ്ടായിന്. അപ്പോൾ ഓള് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ പോകണം. അതിൻ്റെ മുമ്പ് എനിക്ക് ഇവിടുന്ന് മക്കൾക്ക് ചായൻ്റെ കടി വാങ്ങാനുണ്ടായിരുന്നു. എത്തിണ്ടാവും. ഞാൻ അവിടുത്തെ കടി വാങ്ങി പോകാം. ഞങ്ങൾ അങ്ങോട്ട് തന്നെ നീയോ ഞാൻ പയമ്പൂര് നെയ്യപ്പുമായി പോകുന്നത്. ആ 5 രൂപ പീടിയെന്നേ, 5 രൂപ പീടിയയിൽ 7 ഉറുപ്പ്യ. അതെ, അത് ഞാൻ ആലോചിച്ചത്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ള വീഡിയോസൊന്നും ഇനി എടുക്കണില്ല. ഇനി വീട്ടിലെത്തിയവർക്ക് ചായ എടുക്കണം. ഞാനും ആകെ കഴിഞ്ഞില്ല. അപ്പം ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊന്നും ഞാൻ എടുക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതാ ഫാദിമോൻ അവിടെ അങ്ങനെ കാത്തു നിൽക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.